എറണാകുളത്തേക്കുള്ള ഒരു വാർത്തയാണ്. എറണാകുളത്ത് പച്ചാളത്ത് ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ്. എറണാകുളം ഷൊർണൂർ പാതയിലാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. വേണാട് മംഗള എക്സ്പ്രസ് ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ 4 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ആജ്ഞ ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇത് കാണാം. മരം ഒടിഞ്ഞു വീണാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മഴയുടെ സാന്നിധ്യമൊക്കെ ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എറണാകുളം പച്ചാളത്താണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ട്രെയിൻ ട്രാക്കിലേക്ക് മരം വീഴുകയായിരുന്നു. ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നു. മിക്ക ട്രെയിനുകളും, അതായത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന മിക്ക ട്രെയിനുകളും തിരികെ വരുന്ന ട്രെയിനുകളും അടക്കം വൈകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ ഗതാഗത പ്രശ്നം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ മനസ്സിലാകുന്നത് വേണാടും മംഗളയും പല സ്ഥലങ്ങളിൽ പിടിച്ചിട്ടിരിക്കുന്നു, വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് ആ തരത്തിൽ തന്നെ വേണം കാണാൻ. കാരണം അത് തെക്കൻ കേരളത്തിലെ പല മേഖലകളിലേക്കുമുള്ള ഗതാഗത തടസ്സത്തിന് കാരണമാകും. വടക്കൻ മേഖലയിലേക്കും തെക്കൻ മേഖലയിലേക്കും പോകും തിരക്കേറിയ ഒരു പാത കൂടിയാണ് ഇത്. അത് ആ തരത്തിൽ 4 മണിക്കൂർ വേണ്ടിവരും എന്ന് പറയുമ്പോൾ അതിനുള്ള ട്രെയിനുകളുടെ ഗതാഗതത്തെ കാര്യമായി തന്നെ ഇത് ബാധിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആജ്ഞ അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചാളത്താണ് റെയിൽവേ പാതയിലേക്ക് ഇത്തരത്തിൽ മരം ഒടിഞ്ഞ് വീണത്. ഇത് മുറിച്ചു മാറ്റുന്നത്. ആജ്ഞ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 4 മണിക്കൂർ വേണ്ടി വരുമല്ലേ ഗതാഗതം സുഗമമാകാൻ? അതെ, ഈ ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് മരം വീണിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്നത്. റെയിൽവേ ഗതാഗതവും ഈ വഴിയുള്ള റോഡ് ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ മരം വീണതിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം ഗുരുതരമായ പരിക്കുകളൊന്നുമല്ല അദ്ദേഹത്തിനുള്ളത്. എന്തായാലും മരം നീക്കാനുള്ള ശ്രമങ്ങൾ, അതായത് മുറിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ട്രെയിൻ കുറച്ചു ദൂരത്ത് ഈ സമയത്ത് കടന്നു പോകേണ്ടുന്ന ട്രെയിനുകളെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട്. റെയിൽവേ ട്രാക്ക് ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 4 മണിക്കൂറോളം എടുക്കും എന്നാണ്, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ 4 മണിക്കൂറോളം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു മരമാണ് വീണത്. പൂവരശ് വിഭാഗത്തിൽപ്പെട്ട വലിയൊരു മരമാണ് വീണത്. അത് ഇപ്പോൾ തന്നെ അത് മുറിച്ചു മാറ്റാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതുവഴി ഉള്ള റെയിൽ ഗതാഗതവും അതുപോലെ തന്നെ റോഡ് ഗതാഗതവും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. എന്തായാലും ട്രാക്കിൽ നിന്നും ഇപ്പോൾ മരങ്ങളും മരച്ചില്ലകളും ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പം എന്തായാലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ 4 മണിക്കൂർ എടുക്കും എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് ഈ മരം മുറിച്ചു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. അതിനുള്ള ശ്രമങ്ങൾ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്. പിടിക്കല്ലേ കഴിഞ്ഞില്ലേ? പച്ചാളത്താണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആജ്ഞ, ഇത്തരത്തിൽ ദ്രുതഗതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ട്രെയിൻ ഗതാഗതം സുഗമമാക്കാനെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും ഒരു കൂറ്റൻ മരമാണ് എന്ന് മനസ്സിലാകുന്നു. അപ്പം ഈ ട്രെയിൻ ഗതാഗതം ഏതൊക്കെ ട്രെയിനുകളാണ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നതിന്റെ സൂചനകളുണ്ടോ? റെയിൽവേ കേന്ദ്രം നൽകുന്നുണ്ടോ? ഇതൊന്ന് സുഗമമായി വരാൻ മരം മുറിച്ചു മാറ്റിയാൽ പോലും കാലതാമസം എടുക്കും. ഏതാണ്ട് താറുമാറാകുന്ന സ്ഥിതിയിലാണോ ഗതാഗതം സംവിധാനം?
രഞ്ജിത്ത്, മംഗള എക്സ്പ്രസ് അതുപോലെ വേണാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് ഇപ്പോൾ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നത്. സ്റ്റേഷനല്ല, ഇതിനു മുൻപായിട്ട് പിടിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും 4 മണിക്കൂറോളം വൈകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ നീക്കാനുള്ള ട്രാക്കിൽ നിന്നും അത്യാവശ്യം മരങ്ങളൊക്കെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും റോഡിലേക്ക് കിടക്കുന്നതാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും എന്തായാലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയൊരു മരമാണ് വീണത്. അതുകൊണ്ട് തന്നെ ഈ വലിയ അത്രയും സമയമെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പുനഃസ്ഥാപിക്കാനുള്ള മറ്റു നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പുനഃസ്ഥാപിക്കാൻ അധികം നേരം വേണ്ടിവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും മംഗള എക്സ്പ്രസും വേണാട് എക്സ്പ്രസുമാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത് റെയിൽവേ ട്രാക്കിൽ. അതായത് അതിനു മുൻപ് തൊട്ടു മുൻപായിട്ട് നമുക്ക് കാണാം ഈ 2 ട്രെയിനുകളും അവിടെ പിടിച്ചിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. എന്തായാലും ഈ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ 4 മണിക്കൂറിലധികം സമയമെടുക്കും റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വിവിധ സ്റ്റേഷനുകളിൽ തീവണ്ടികൾ പിടിച്ചിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ മഴയുടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ മരം വലിയ കൂറ്റൻ മരം ഇതിലേക്ക് എങ്ങനെ വീണു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ടോ ആജ്ഞ? മഴയായിരുന്നു രഞ്ജിത്ത് ഇന്നലെ മുഴുവൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ മരം വീണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട, അതായത് ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം മരം വീണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇത് അനുസരിച്ച് ഇപ്പോൾ ഈ എറണാകുളം വഴി എന്നുള്ളത് വടക്കോട്ട് കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇതനുസരിച്ച് വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 2 ട്രാക്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. മംഗള എക്സ്പ്രസും വേണാട് എക്സ്പ്രസും വൈകുമെന്ന് റെയിൽവേ അധികൃതർ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. വിവിധ ട്രെയിനുകൾ സ്റ്റേഷനുകളിലും മറ്റു സ്ഥലങ്ങളിലും പിടിച്ചിട്ടിരിക്കുന്നു. 2-3 മണിക്കൂറെങ്കിലും 3-4 മണിക്കൂറെങ്കിലും വേണ്ടിവരും പുനഃസ്ഥാപിക്കാൻ. ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഞായർ ദിവസമാണ് ഇന്ന്. നിരവധി യാത്രികർ ട്രെയിനുകളെ ആശ്രയിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമമാണ്. അതീവ ദുഷ്കരമായ ശ്രമമാണ്. കൂറ്റൻ മരമാണ്. സമയമെടുക്കും. അതിനുശേഷം ട്രാക്കിലെ അപകട സംവിധാനങ്ങൾ, ട്രാക്കിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ റെയിൽവേക്ക് ഒരുപാട് കടമ്പകൾക്ക് ശേഷമാണ് സുഗമമായ ഗതാഗതത്തെ തുറന്നു കൊടുക്കേണ്ടി വരിക. അല്ല ഒരു സൈഡിൽ കൂടി മാത്രം ഗതാഗതം അനുവദിക്കുക എന്ന കാര്യത്തിലൊക്കെയും തീരുമാനം വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. റെയിൽവേ അധികൃതർ അതിനുള്ള അതീവ ശ്രമകരമായ ജോലിയിലാണ്. ഈ മരം നേരെ വീണത് റെയിൽവേ ട്രാക്കിലേക്കാണ്. ഇത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പച്ചാളത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്.